വലിയ മിടുക്കായി പോയി. എടീ, ഈ ഏപ്രിൽ ഫുൾ എന്നൊക്കെ പറയുന്നത് കൊച്ചുകുട്ടികൾ പരസ്പരം കളിയാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. നിന്നെ പോലെ മുതുക്കിയായ വിദ്യാഭ്യാസമുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ശുദ്ധ വൃത്തികളാ. ഏപ്രിൽ ഫൂളിന് അങ്ങനെ പ്രായമൊന്നുമില്ല. ഏത് പ്രായത്തിലുള്ള ആർക്കും ആരെയും കളിയാക്കാം. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പോലീസുകാരെ വരെ കളിയാക്കുന്നു, പിന്നല്ലേ ഒരു വില്ലേജ് ഓഫീസർ. എടീ, 17-ാം നൂറ്റാണ്ട് വരെ ഏപ്രിൽ 1 പുതുവത്സര ദിനം. ഗ്രിഗറി 13 മാർപ്പാപ്പയുടെ കാലത്ത് പുതിയ കലണ്ടർ നിലവിൽ വന്നപ്പോഴാണ് ജനുവരി 1 പുതുവത്സര ദിനമായത്. അപ്പോ പഴയ പുതുവത്സര ദിനമായ ഏപ്രിൽ 1 ചുമ്മാ വിഡ്ഢിദിനമായി ആഘോഷിച്ചു തുടങ്ങി. അത് അന്നത്തെ ഒരു നേരം പോക്കിന്, അത്രേ ഉള്ളൂ. അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഏപ്രിൽ 1-ാം തീയതി ആയിട്ട് രാവിലെ ഒന്നാന്തരമായിട്ടൊന്ന് ചമ്മി. അതെ, ഇതാണ് ബുദ്ധിയും വിവരവും ഒരുപാട് കൂടിപ്പോയാലുള്ള കുഴപ്പം. ഇനിയിപ്പോ ഇത് പുറത്താരോടെ പറയണ്ട. രാവിലെ സ്വന്തം ഭാര്യയുടെ മുന്നിൽ ഫൂളായിട്ടാണ് സാർ ആഫീസിലേക്ക് വരുന്നതെന്ന് അവിടെയുള്ളവർ അറിഞ്ഞാൽ നാണക്കേടല്ലേ? ഇരിക്ക്, കഴിക്കാം. ഇരിക്കുന്നേ. അല്ല, ഇനിയിപ്പോ കഴിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? രാവിലെ പയർ നിറഞ്ഞല്ലോ. 6 ഇഡ്ഡലി കഴിക്കുന്ന എഫക്ട് ഉണ്ടായില്ലേ ആ ചമ്മല്? എനിക്ക് കാപ്പി വേണ്ട. ദേഷ്യപ്പെടല്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. എനിക്ക് കാപ്പി വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. അങ്ങനെ വിശന്ന് പോയാൽ എങ്ങനെയാ? ഇനി വഴി വെച്ച് ഇങ്ങനെ എത്ര പ്രാവശ്യം ഫൂളാകാനുള്ളതാ? ഇന്നത്തെ ദിവസം ആളുകൾ ഇതിനായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുകയായിരിക്കുമല്ലോ. ഇനിയും എന്നെ ഫൂളാക്കണമെങ്കിൽ വരട്ട്, അടിച്ചവന്റെ പല്യം തെറിപ്പിക്കും. അയ്യോ, മോളുടെ കാപ്പി കുടിച്ചിട്ട് പോ. നിന്റെ അച്ഛനുണ്ട് കൊടു. അച്ഛൻ കാപ്പി കുടിച്ചാണ് ഇപ്പോ. മോനോട് സാറേ, സാറൊരു സംഭവം അറിഞ്ഞ? നമ്മുടെ റേഷൻ കട നടത്തുന്ന പൗലോസിനെ കാള കുത്തി. എപ്പോ? ഇന്ന് രാവിലെയാണ് സംഭവം. സംഗതി കുറച്ച് സീരിയസ് ആണെന്നാ പറയുന്നത്. പക്ഷെ ഏപ്രിൽ 1-ാം തീയതി ആയിട്ട് രാവിലെ ഒന്നാന്തരമായിട്ടൊന്ന് ചമ്മി. അതെ, ഇതാണ് ബുദ്ധിയും വിവരവും ഒരുപാട് കൂടിപ്പോയാലുള്ള കുഴപ്പം. ഇനിയിപ്പോ ഇത് പുറത്താരോടെ പറയണ്ട. രാവിലെ സ്വന്തം ഭാര്യയുടെ മുന്നിൽ ഫൂളായിട്ടാണ് സാർ ആഫീസിലേക്ക് വരുന്നതെന്ന് അവിടെയുള്ളവർ അറിഞ്ഞാൽ നാണക്കേടല്ലേ? എന്നിട്ടെന്തോന്ന്, പൗലോസിനെ തൂക്കിയെടുത്ത് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. സാറെന്തിന് ചിരിക്കുന്നേ? സാറേ, ഒരാളുടെ കാള കുത്തിന്ന് കേൾക്കുമ്പോ ചിരിക്കാണോ ചെയ്യുന്നേ? കാളയല്ലേ കുത്തിയുള്ളൂ. ഞാൻ കരുതി ആന കുത്തി കാണുന്നു. രാവിലെ ആളെ കളിയാക്കാതെ ഉത്തമം പോന്നോക്ക്. സാറേ, ഇതിലെന്താണ് കളിയാക്കല്? ഞാൻ പറഞ്ഞ സത്യമാണെന്ന്. രാവിലെ ഏപ്രിൽ 1 പൗലോസിന്റെ കെട്ടിയുള്ള അച്ചാമ്മ പൗലോസിനെ ഒന്ന് കളിയാക്കി. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന പൗലോസിന്റെ അമ്മയില്ലേ, അവർക്ക് അറ്റാക്ക് വന്നൊരു തമാശ അങ്ങ് പറഞ്ഞു. പൗലോസ് അത് വിശ്വസിച്ച് അമ്മയെ കാണാൻ വേണ്ടി ഷർട്ടും മുണ്ടും എടുത്തിട്ടപ്പോ അച്ചാമ്മ കളിയാക്കി ഒരു ചിരി. ഏപ്രിൽ ഫൂളാക്കിയതിന് ദേഷ്യപ്പെട്ട് അച്ചാമ്മയുടെ തന്തയ്ക്കും വിളിച്ചിട്ട് പൗലോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അപ്പുറത്തെ ശങ്കരക്കുട്ടിയുടെ കാള കയറും പൊട്ടിച്ച് ഇങ്ങോട്ട് വന്നിട്ട് പൗലോസിന്റെ പള്ളക്കിട്ടൊരൊറ്റ കുത്ത്. അച്ചാമ്മയുടെ പ്രാക്കെന്നാണ് നാട്ടുകാർ പറയുന്നത്. അല്ലെങ്കിൽ സാറേ, ഏപ്രിൽ ഫൂളായിട്ട് സ്വന്തം ഭാര്യ ഒന്ന് കളിയാക്കിയാൽ അത് തമാശയായി കാണുന്നതിന് പകരം അവരെ തന്തയ്ക്ക് വിളിക്കുന്നത് ശരിയാണോ? അല്ലേ? അല്ല സാറേ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അച്ചാമ്മ വെറും ഒരു പാവ. പൗലോസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനുമാണ്. അങ്ങനെയുള്ളൊരു ഭാര്യ ഒന്ന് കളിയാക്കിയാൽ എന്താണ് കുഴപ്പം? ഇവനെയൊക്കെ ഉണ്ടല്ലോ, കാളയല്ല കുത്തേണ്ടത്, ആന തന്നെ കുത്തണം, അപ്പോഴേ പഠിക്കൂ. സാറേ, ഭാര്യയോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇത്തരം കളിയാക്കലൊക്കെ തമാശ രൂപേണ എടുക്കാൻ പഠിക്കണം. അല്ല, ഞാൻ ഭർത്താവാണ്, ഞാനൊരു ആണാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നാലേ ഇനിയുള്ള കാലം ഒരു പട്ടിയും മൈൻഡ് ചെയ്യൂല. അയ്യോ, പൗലോസിന് 2 കുപ്പി ബ്ലഡ് വേണമെന്ന് പറഞ്ഞു. അത് സംഘടിപ്പിച്ച് കൊടുത്തിട്ട് ഞാൻ ബില്ല് ഓഫീസിലോട്ട് വരാം. പിന്നെ സാറേ, ആ ഉൽപ്പലാഷിന്റെ വരുമാന സർട്ടിഫിക്കറ്റ് ഇന്നാണ് ശരിയാക്കി തരാമെന്ന് സാറ് പറഞ്ഞത്. അത് ശരിയാക്കി വെച്ചിരിക്കുന്നത് സാറേ. അല്ലെങ്കിലും ഉത്തമം പറഞ്ഞ കാര്യമുണ്ട്. ചെറുതായിട്ടൊന്ന് കളിയാക്കിയതിന്റെ പേരിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു?
ഭാമേ, ഞാൻ കുറച്ചുകൂടെ ചെന്നപ്പോഴാ ഞാൻ ആലോചിച്ചത് നിന്നോട് വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയത് ശരിയായില്ലെന്ന്. അതുകൊണ്ടാ തിരിച്ചു വന്നത്. ഈ ഏപ്രിൽ ഫുൾ ആക്കുക എന്നുള്ളത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ എന്താ, നീ എന്നെ ചെറുതായിട്ടൊന്ന് കളിയാക്കി, അത്രയല്ലേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങൾ അതിന്റേതായ അർത്ഥത്തിലെടുക്കുന്നതല്ലേ ബുദ്ധിയുള്ളവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ കാണിച്ചത് അബദ്ധമായെന്ന് എനിക്ക് മനസ്സിലായി. നീ എന്തൊന്നും പറയാത്തത്? അല്ലെങ്കിലും രാവിലെ പിണങ്ങി ഞാൻ കാപ്പി കുടിക്കാതെ പോകുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. സാധാരണ ഞാൻ പോകുന്ന വഴി കൃഷ്ണൻകുട്ടിയുടെ കിടന്നല്ലേ കാപ്പി കുടിക്കാറുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ തിരിച്ചു വന്നു. എന്തുകൊണ്ടാ? ചെയ്തത് ശരിയായില്ല എന്ന് എനിക്ക് തോന്നിയതുള്ളൂ. അമ്മേ, നീ ട്രാവൻകൂർ സിമന്റ്സിന്റെ കേസ് വാദിക്കുന്നതിൽ എനിക്കൊരു വിഷമവുമില്ല. പിന്നെ നീ വലിയ കാര്യമായിട്ട് പൊലിപ്പിച്ചു പറഞ്ഞപ്പോ എനിക്കൊരു ചെറിയ അസൂയ തോന്നി, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഭാര്യ വലിയ ആളാകുമ്പോ ഭർത്താവ് സന്തോഷിക്കല്ലേ വേണ്ടത്. എനിക്ക് സന്തോഷമാണ്. നീ ആ കേസ് വാദിക്കണം, ജയിക്കണം. നാട്ടിലെ വലിയ വലിയ കമ്പനികളൊക്കെ നിന്നെ കൊണ്ട് കേസ് വാദിപ്പിക്കാൻ ക്യൂ നിൽക്കുമ്പോ എനിക്കതൊരു അഭിമാനമല്ലേ. പക്ഷേ മോഹനേട്ടാ, ഇനി ആ കേസ് വാദിക്കാൻ ഞാൻ ശരിക്കും പറഞ്ഞതാ, നീ ആ കേസ് വാദിക്കണം. പക്ഷേ ആ കേസ് പോയി. സത്യം മോഹനേട്ടാ, മോഹനേട്ടൻ പോയി കഴിഞ്ഞപ്പോ ഹരിചന്ദ്ര സാർ വിളിച്ചിരുന്നു. കുറച്ചും കൂടെ സീനിയറായ ആരെങ്കിലും കൊണ്ട് കേസ് വാദിപ്പിക്കണമെന്ന് കമ്പനി പറഞ്ഞു അത്രേ. അതുകൊണ്ട് ഹരിചന്ദ്ര സാർ നേരിട്ട് കേസ് വാദിക്കുന്നത്. ഏപ്രിൽ ഫുൾ ഒരു പ്രാവശ്യമേ ഉള്ളൂ. ഒരിക്കൽ പറഞ്ഞ തന്നെ നീ വീണ്ടും പറയുന്നത് മര്യാദയാണ്. ഇത് കളിയാക്കാൻ പറഞ്ഞതല്ല, ശരിക്കും സംഭവിച്ചതാ. ഞാൻ രാവിലെ മോഹനേട്ടനെ കളിയാക്കിയത് അരം പറ്റി. കഷ്ടായിപ്പോയി. ഞാൻ ശരിക്കും മോഹിച്ചു പോയതായിരുന്നു. സാരമില്ല, ഒരു കേസ് പോയാൽ പോട്ടെ. കേസിനി വരില്ലേ, സമയം കിടക്കില്ലേ നമുക്ക്. അല്ല, മോഹനേട്ടൻ വേണമെങ്കിൽ നേരത്തെ കളിയാക്കിയ പോലെ ഒന്ന് കളിയാക്കി ചിരിച്ചോ. നിനക്കൊരു പ്രയാസം വരുമ്പോ ഞാൻ ചിരിക്കുന്നത് ശരിയാണ്. നീ എന്റെ ഭാര്യയല്ലേ. എന്നാലും എന്റെ അഹങ്കാരം കൊണ്ട് പറ്റിയതല്ലേ. നിനക്ക് അഹങ്കാരം ഉണ്ടെന്ന് ആര് പറഞ്ഞു? നീ ഒരു പാവമാ. ആണോ? അപ്പോ നമുക്ക് കാപ്പി കുടിച്ചു കൂട്ടാം. പറഞ്ഞു വരുമ്പോ വിഡ്ഢികൾക്കായി ഒരു പ്രത്യേക ദിനത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് സംശയമുള്ളവർ കാണും. സ്വയം ഒരു വിഡ്ഢിയാണെന്ന് ആരും സമ്മതിക്കാത്ത സ്ഥിതിക്ക് മറ്റുള്ളവരെ വിഡ്ഢിയാക്കി ഈ ദിനം ആഘോഷിക്കാനേ വഴിയുള്ളൂ. ഒരു സാമ്പത്തിക വർഷം ഏപ്രിലിൽ തന്നെ തുടങ്ങി സർക്കാർ തന്നെ വിഡ്ഢിയാക്കൽ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന നാട്ടിൽ തനിക്ക് ഇത്രയല്ലേ പറ്റിയുള്ളൂ എന്ന് മോഹനകൃഷ്ണൻ ആശ്വസിക്കാവുന്നതാണ്. ലോക വിഡ്ഢി ദിനം ഗംഭീരമായി കടന്നുപോയ സ്ഥിതിക്ക് ബുദ്ധിയുള്ളവരുടെ സാഹസങ്ങളാണ് ഇനി കാണേണ്ടത്. അത് കാണാൻ നാളെ രാത്രി 9 മണിവരെ കാത്തിരുന്ന് കാര്യം നിസ്സാരം കാണുക.